അപ്പോൾ നമ്മൾ പേപ്പർ എടുക്കാം. എന്നിട്ട് മിഡിലല്ല, മുകൾ ഭാഗം കുറച്ച് കൂടുതൽ വേണം, താഴെ കുറച്ച് കുറവ്. ആ ഒരു പൊസിഷനിൽ ഇതുപോലെ ഒരു സ്റ്റിക്കർ, നമ്മുടെ മാസ്കിംഗ് ടേപ്പ് ഒരു റൗണ്ടിൽ മുറിച്ചിട്ട് ഇങ്ങനെ വെക്കാം. അതിനുശേഷം നമ്മൾ സ്കൈ ബ്ലൂ, അതായത് ഏറ്റവും ലൈറ്റ് ബ്ലൂ ആയിട്ടുള്ളത് എടുത്തിട്ട് മുഴുവനായിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ മുകളിൽ ഏറ്റവും ടോപ്പിൽ കുറച്ച് വൈറ്റ് പാർട്ട് നമ്മൾ ഒഴിവാക്കിയിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ തന്നെ വാട്ടർ കൂട്ടിയെടുക്കുക. എന്നിട്ട് കളർ കുറച്ചെടുത്തിട്ട് ആദ്യം ഫസ്റ്റ് ലെയർ ഇങ്ങനെ കൊടുക്കുക. ഓക്കെ. ഞാൻ കുറച്ച് ധൃതിയായിട്ടും അതുപോലെ തന്നെ ഡ്രൈ ആവാൻ നിൽക്കാണ്ടാണ് ഓരോന്ന് ചെയ്യുന്നത്. ഈ ലെയർ നമ്മൾ ഡ്രൈ ആവാൻ വെക്കണ്ട. ആദ്യം ഒരു ലെയർ കൊടുത്തതിന് ശേഷം കുറച്ച് ഡാർക്കിൽ നമ്മൾ ആ ലൈറ്റ് ബ്ലൂ തന്നെ ഒന്നുകൂടെ എടുത്തിട്ട് ഇതുപോലെ കൊടുക്കണം. ഓക്കെ. മുഴുവനായിട്ട് ഫില്ല് ചെയ്യാൻ നോക്കുക. എന്നിട്ട് നമ്മൾ മുകളിലേക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടത് കേട്ടോ. ഇനി ബ്രഷിൽ പെയിൻ്റ് എടുക്കാതെ വെള്ളം മാത്രം എടുത്തിട്ടാണ് മുകളിലോട്ടേക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കണേ. വെള്ളം മാത്രം എടുത്തിട്ട് അപ്പോൾ നമുക്കിതുപോലെ കിട്ടും കേട്ടോ. ഇനി കൂടിപ്പോയാൽ എന്ത് ചെയ്യണം? ബ്രഷ് വാഷ് ചെയ്തിട്ട് ബ്രഷിൽ വെള്ളം കൈകൊണ്ട് ഒപ്പിയെടുത്തതിന് ശേഷം വെച്ചാൽ നമുക്കവിടെ ക്ലിയർ ആയി കിട്ടും പോർഷൻ. ഓക്കെ. ഇത് ബ്ലെൻഡ് ചെയ്ത് ഇതുപോലെ ആക്കുക. അതിനുശേഷം നമ്മൾ ഈ ബ്ലൂ ആണ് എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ താഴെ ഇതുപോലെ വരച്ചു കൊടുക്കുക. ഈ ഒരു ഷേപ്പിലാണ് വരച്ചു കൊടുക്കുന്നത്, ആ ബ്ലൂ എടുത്തിട്ട്. ഇനി നമ്മൾ കുറേ സമയം ആ ബ്ലൂ തന്നെയാണ് എടുക്കുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയത്തില്ല, കളർ ചേഞ്ച് ചെയ്യുമ്പോൾ ഞാൻ പറയാം. ഇപ്പോൾ ഈ ഒരു ബ്ലൂ തന്നെയാണ് നമ്മൾ എടുക്കുന്നത് എല്ലാം വരയ്ക്കാൻ. അപ്പോൾ ഞാൻ ചെയ്യുന്ന അതേ സ്റ്റെപ്പ് നോക്കി ചെയ്താൽ മതി. ഓക്കെ. നമ്മളിനി ആ ഒരു ബ്ലൂ വെച്ചിട്ട് തന്നെ, ഞാൻ ഭയങ്കര കെയർലെസ് ആയിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ നന്നായിട്ട് ഇപ്പോൾ റൗണ്ടൊക്കെയാണ് വരക്കുന്നതെങ്കിൽ നല്ല റൗണ്ടായിട്ടൊക്കെ വരച്ചാൽ മതി. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ റൗണ്ടൊന്നും ക്ലിയർ ഒന്നല്ല എൻ്റെത്, ശരിയായിട്ട് വരുന്നില്ല. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് തന്നെ വരയ്ക്കാൻ നോക്കുക കേട്ടോ. പിന്നെ ഞാനിപ്പം വരച്ച ആ സെൻറ്ററിലുള്ള പോർഷനിൽ അതിൻ്റെ ആ ഒരു കൂർത്ത് നിൽക്കുന്ന ഭാഗം മുകളിലുള്ള നമ്മൾ ഒട്ടിച്ച സ്റ്റിക്കറിൻ്റെ നേരെ വേണം കേട്ടോ വരാൻ. എൻ്റെ നേരെയല്ല, പക്ഷെ ഞാനത് നേരെ ആക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യുമ്പോൾ തന്നെ നേരെ വരയ്ക്കണം കേട്ടോ. ആ മുകളിൽ ഒട്ടിച്ച സ്റ്റിക്കറിൻ്റെ നേരെ വേണം അതിൻ്റെ കൂർത്ത ഭാഗം വരാൻ. ഇതിനത് കുറച്ച് ചെരിഞ്ഞു പോയിട്ടുണ്ട്, ബട്ട് ഓക്കെ, നമുക്ക് ശരിയാക്കാം. ഇനി നമ്മൾ വരച്ച ലൈൻസൊക്കെ ഇപ്പോൾ ഓരോ ലൈൻ പോലെയുള്ളത് അത് കുറച്ച് വെള്ളം വെച്ച് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിപ്പം ആ ബ്ലൂവും അല്ലെങ്കിൽ ആ വെള്ളവും എടുത്തിട്ട് ഇപ്പോൾ ലൈൻ പോലെ നിൽക്കുന്നത് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് പോലെ വരാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കേട്ടോ ഇതൊക്കെ. അപ്പം നിങ്ങളും നോക്കി അതുപോലെ ചെയ്തെടുത്താൽ മതി. അതുപോലെ എക്സ്ട്രാ ലൈൻസൊക്കെ വീണ്ടും ഞാൻ വരച്ച് വരുന്നുണ്ട്. അപ്പം അതൊക്കെ നോക്കി അതുപോലെ വരച്ചാൽ മതി കേട്ടോ. നമ്മൾ സെയിം ബ്ലൂ തന്നെയാണ്, ബ്ലൂ മാറ്റിയിട്ടില്ല. പിന്നെ നമ്മുടെ ട്യൂട്ടോറിയലിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ താഴെ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമുണ്ട്. ആ ഹൈപ്പ് നിങ്ങൾ എന്തായാലും ക്ലിക്ക് ചെയ്യണം കേട്ടോ. എൻ്റെ ട്യൂട്ടോറിയലിൽ നല്ല വ്യൂ കിട്ടുമ്പോഴാണല്ലോ എനിക്ക് വീണ്ടും ട്യൂട്ടോറിയൽ ഇടാനുള്ള ഒരു ഇഷ്ടം തോന്നുക. അപ്പോൾ അതും കൂടെ ചെയ്യണേ. അതെന്തിനാണെന്നൊന്നും എനിക്കറിയത്തില്ല, എന്നാൽ അത് ചെയ്താൽ നമുക്ക് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ അത് ഉണ്ടായിക്കോട്ടല്ലോ അല്ലേ. പിന്നെ പുതുതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് വെക്കാനൊന്നും മറക്കണ്ട കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, എല്ലാവരോടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അങ്ങനെ വേണമല്ലോ നമുക്കൊന്ന് 100Kയിലേക്ക് എത്തിക്കാൻ. 50K ആവാൻ കുറച്ച് ടൈം എടുത്തായിരുന്നു. എന്നാൽ അതിൻ്റെ ഡബിൾ ടൈമാണെന്ന് തോന്നുന്നു എനിക്ക് 100K ആവാൻ എടുക്കുന്നത്.
ഇപ്പോൾ 50ന്ന് 60ലേക്ക് എത്താൻ ഒരുപാട് ടൈം എടുത്തു. അരോണ്ട് എന്താന്ന് നമ്മുടെ വീഡിയോ കൊള്ളാത്തതുകൊണ്ടാണോ അത് ആരിലേക്ക് എത്താത്തതുകൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ഇനി നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ അയച്ചു കൊടുത്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറയാം കേട്ടോ. 100K ആയാൽ നമുക്ക് അടിപൊളി ഗീവ് അവേ ഒക്കെ ചെയ്യണമല്ലോ. ഓക്കെ, ഇതൊക്കെ പറഞ്ഞിട്ട് ചിത്രം വരയ്ക്കുന്ന കാര്യം മറന്നുപോയി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് നോക്കിയിട്ട് ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഒരു കൂർത്ത ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ ഭാഗത്ത് നിന്ന് നേരെ നമ്മൾ മുകളിൽ കൊടുത്ത ആ ഒരു സ്റ്റിക്കറിൻ്റെ താഴെ വീണ്ടും ഒരു സർക്കിൾ അതിൻ്റെ അതേ അളവിൽ വരച്ചിട്ട് ആ കൂർത്ത ഭാഗത്തിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കുക. ഇതുപോലെ സെയിം ബ്ലൂ തന്നെയാണ് കേട്ടോ എടുക്കുന്നത്, നമ്മൾ ബ്ലൂ ഒന്നും മാറ്റിയിട്ടില്ല. അതുപോലെ തന്നെ ആ കൂർത്ത ഭാഗം കുറച്ച് നല്ല റൗണ്ട് പോലെ ആക്കിയിട്ട് ഒന്ന് കട്ടി കൊടുക്കുക. ഓക്കെ, ഇനി ഞാൻ നേരത്തെ കൊടുത്തതൊക്കെ ഒന്ന് കട്ടിയാക്കി കൊടുക്കുകയാണ്. സെയിം കളർ എടുത്തിട്ട് തന്നെ നമ്മൾ കുറേ ബ്ലെൻഡൊക്കെ ചെയ്ത് വരുത്തിയല്ലോ. ഇനി ആ ബ്ലെൻഡ് ചെയ്തിട്ട് അതിൻ്റെ ഷാർപ്പ് പോയിൻറ്റുകളിൽ സെയിം ബ്ലൂ ഒന്ന് കട്ടിക്ക് കൊടുക്കുകയാണേ. ഓക്കെ, ഈ ഒരു പോർഷൻ നോക്കണം കേട്ടോ. അവിടെ നമുക്കൊരു ഇപ്പം 1 2 3 ലൈൻസൊക്കെ ഉള്ളൂ, സർക്കിൾസൊക്കെ ഉള്ളൂ. നമ്മൾ ഉള്ളിൽ വീണ്ടും ഒരു പുതിയ സർക്കിൾ ഇട്ട് കൊടുക്കുവാണേ. എന്നിട്ട് സെയിം ബ്ലൂ എടുത്തിട്ട് ഇത് ഇങ്ങനെ ഒരു ഷെയ്ഡിങ് കൊടുക്കുവാണേ. ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇവിടെ ചെറിയൊരു മാറ്റം ഞാനിപ്പോൾ വരുത്തുന്നുണ്ട്, അത് നോക്കിയിട്ട് അതുപോലെ ചെയ്യണേ. കണ്ടതാ, ഇവിടുന്ന് ഞാൻ വേറൊരു സർക്കിൾ അതിന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ, അതുപോലെ അതിൻ്റെ നേരെ താഴെ കുറച്ച് ഡാർക്കാക്കി കൊടുക്കണേ. ആക്ച്വലി ഇതൊരു സിമ്പിളായിട്ടുള്ള ബിഗിനേഴ്സിന് വേണ്ടി വരച്ചൊരു പെയിൻറ്റിംഗ് ആണ്. കാരണം ഇത് ഭയങ്കര പെർഫെക്റ്റൊന്നുമല്ല. നമുക്ക് കുറച്ചും കൂടെ നല്ല റെഫറൻസ് എടുത്തിട്ട് കുറച്ചുകൂടെ ഹാർഡായിട്ടുള്ള ഇത് ചെയ്യാത്തതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫോണിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് മാത്രം കേട്ടോ. പിന്നെ വല്ല ലൈവ് എങ്ങാനും ഇടണം, അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഇനി നമ്മൾ ആ സ്റ്റിക്കറില്ലേ അത് പറിച്ച് കളയുമ്പോൾ നമുക്കിതെങ്ങനെ വൈറ്റ് ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ ആ വൈറ്റിന് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എടുത്ത ബ്ലൂ, നേരത്തെ എടുത്തുകൊണ്ടിരിക്കുന്ന ആ ബ്ലൂ തന്നെ എടുത്ത് ഒരു ഔട്ട്ലൈൻ വരച്ചു കൊടുക്കാം. ആൻഡ് അതിൻ്റെ താഴെ സെൻറ്ററിലാവരുത്, കുറച്ച് താഴെ നടുക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഓക്കെ, ദെൻ നമ്മൾ ഓരോ ലൈൻസ് ഇങ്ങനെ ഡാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. സെയിം ബ്ലൂ തന്നെ എടുത്തിട്ട് കേട്ടോ. ഇനി നമ്മൾ മിഡിലുള്ള ഡാർക്ക് ബ്ലൂ എടുത്തിട്ട് ഇപ്പോൾ ഉള്ള ചിത്രത്തിൽ കുറച്ചും കൂടെ ഡാർക്ക് പോർഷൻസൊക്കെ ആ ഒരു ബ്ലൂ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഈ ഒരു പ്ലേസിൽ നമ്മൾ ആ ഡാർക്ക് ബ്ലൂ ഇട്ടിട്ട് ഡാർക്ക് ചെയ്യുകയാണേ. അത് ഫുള്ളായിട്ട് ഡാർക്ക് ചെയ്തോ, കുഴപ്പമില്ല. ഇനി ചില സ്ഥലങ്ങളിലൊക്കെ കുറച്ച് ഡാർക്ക് ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ ഓൾറെഡി പെയിൻറ്റ് ചെയ്ത ഓരോ പാർട്ടുകളൊക്കെ ഈ ഒരു ബ്ലൂ വെച്ച് ഡാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് സ്ഥലത്ത് റെക്കോർഡിങ് ഇല്ല, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ആ ബ്ലൂ എടുത്തിട്ടാണ് ഞാൻ ഡാർക്ക് ഈ ഇപ്പോൾ ഉള്ള പെയിൻറ്റിങ്ങിൽ നിന്ന് കുറച്ചും കൂടെ ഡാർക്കായിട്ട് വരുന്ന പോർഷൻസൊക്കെ ആ ബ്ലൂ വെച്ചിട്ടാണ് ഡാർക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ, ആക്ച്വലി പെയിൻറ്റിങ് കഴിഞ്ഞു. ഇനി ഈ ഒരു ബ്ലൂ വെച്ചിട്ട് കുറച്ച് പ്ലേസുകൾ ഡാർക്ക് ചെയ്യാമെന്ന് മാത്രമുള്ള സ്റ്റെപ്പേ ഉള്ളൂ. ഓക്കെ, ഇനിയുള്ള സ്റ്റെപ്പ് എന്ന് വെച്ചാൽ
വൈറ്റ് കൊടുക്കാറുണ്ട്. നമ്മുടെ ആ മുകളിലുള്ള സർക്കിളിൽ താഴെയായിട്ട് കുറച്ച് വൈറ്റ് കൊടുക്കാറുണ്ട്. പിന്നെ താഴെ ഞാൻ ഈ കൊടുത്ത പാട്ടിലൊക്കെ വൈറ്റ് കൊടുക്കാറുണ്ട്. ഞാൻ വൈറ്റ് ജെൽ പെന്നാണ് യൂസ് ചെയ്തത്. നിങ്ങൾ വൈറ്റ് ജെൽ പെൻ യൂസ് ചെയ്യേണ്ട. വാട്ടർ കളറിലുള്ള വൈറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആക്രിലിക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആക്രിലിക് മാർക്കർ എന്താ വെച്ചാൽ യൂസ് ചെയ്യാം. ഞാൻ വൈറ്റ് ജെൽ പെന്നാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്കും വൈറ്റ് ജെൽ പെന്നാണെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഇത്രേ ഉള്ളൂ, ഒരു സിമ്പിളായിട്ടുള്ളൊരു പെയിൻറ്റിങ്ങാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, എല്ലാം ചെയ്യാം കേട്ടോ.